തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ ശശികല തയ്യാറെടുക്കുന്നു. 135 അണ്ണാ ഡി എം കെ MLA-മാരിൽ 100 പേരുടെ പിന്തുണ ശശികലയ്ക്ക്. അണ്ണാ ഡി എം കെയിലെ ജാതി സമവാക്യങ്ങളും ശശികലയ്ക്ക് അനുകൂലം. പനീർശെൽവത്തെ പെട്ടെന്ന് മുഖ്യമന്ത്രിയാക്കിയത് ശശികലയ്ക്കെതിരെയുള്ള കലാപം ഒഴിവാക്കാനെന്നും സൂചന. തമിഴ്നാട് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് മണ്ണാർക്കുടി മാഫിയ. ജയലളിത പുറത്താക്കിയ നടരാജനടക്കം ഇപ്പോൾ സജീവം. ശശികലയ്ക്കെതിരെ പാർട്ടിയിൽ എതിർസ്വരം ഉയരുന്നു. വിശദാംശങ്ങളുമായി സജേഷ് ചേരുന്നു. സജേഷ്, ഏറെക്കുറെ ചിന്തിച്ചതുപോലെ ശശികല കൂടുതൽ ശക്തിയായി മാറി ഭരണതലത്തിലേക്ക്, നിയന്ത്രിക്കുന്ന തലത്തിലേക്ക്, പാർട്ടിയെ കൂടുതൽ കൈപ്പിടിയിലാക്കുന്ന തലത്തിലേക്കൊക്കെ എത്തുകയാണോ? എത്രത്തോളം പിന്തുണ MLA-മാരുടെ ആർജിക്കാൻ കഴിയുന്നുണ്ട്? പ്രജീഷ്, ജയലളിതയുടെ മരണത്തിന് ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ വളരെ സജീവമാണ്. ശശികല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടത്തുന്ന നീക്കങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. ശശികല ഇക്കാര്യത്തിൽ 100 MLA-മാരുടെയെങ്കിലും പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ ശശികലയുടെ ചില സമുദായ സമവാക്യങ്ങളും ശശികലയ്ക്ക് അനുകൂലമാണ്. തേവർ സമുദായമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായം. ഈ AIADMKക്ക് സ്വാധീനമുള്ളത്. 100 MLA-മാരിൽ ഈ ഭൂരിഭാഗം പേരും തേവർ സമുദായത്തിൽപ്പെട്ടവരാണ്. ശശികലയും തേവർ സമുദായാംഗമാണ്. പനീർശെൽവത്ത് മുഖ്യമന്ത്രിയാക്കിയത് ശശികലയ്ക്ക് വഴിയൊരുക്കാനാണെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അതേസമയം തന്നെ അതിശക്തമായ എതിർസ്വരവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. ഒന്ന്, ശശികല 2011-ൽ ശശികലയെ ജയലളിത പുറത്താക്കിയത് ശശികലയുടെ കുടുംബാംഗങ്ങൾ വലിയ തോതിൽ ഭരണത്തിൽ ഇടപെടുന്നുവെന്ന ആരോപണങ്ങളെ തുടർന്നായിരുന്നു. അതിനുശേഷം ഒരു തരത്തിലും ഇനി കുടുംബാംഗങ്ങൾ ഭരണത്തിൽ ഇടപെടില്ല, കുടുംബാംഗങ്ങൾ ഭരണത്തിൽ ഇടപെടുന്നത് താൻ അറിഞ്ഞുകൊണ്ടല്ല എന്നായിരുന്നു ശശികല അന്ന് ജയലളിതയ്ക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ശശികലയെ പിന്നീട് ജയലളിത അടുപ്പിച്ചതും. എന്നാൽ ജയലളിതയുടെ മരണശേഷം അതേ കുടുംബാംഗങ്ങളാണ് ജയലളിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച അതേ സെക്കൻഡിൽ തന്നെ ഈ മൃതദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത് ശശികലയുടെ കുടുംബാംഗങ്ങളായിരുന്നു. ശശികലയുടെ ഭർത്താവ് നടരാജൻ, ശശികലയുടെ ചേച്ചി, സഹോദരൻ, അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുവിൻ്റെ പുത്രൻ തുടങ്ങി മണ്ണാർക്കുടി മാഫിയ എന്ന പേരിൽ തമിഴ്നാട്ടിൽ സജീവമായിട്ടുള്ള ശശികലയുടെ കുടുംബാംഗങ്ങൾ, അതിൽ നടരാജൻ്റെ ബിസിനസ് പങ്കാളികളുണ്ട്. ഈ മണ്ണാർക്കുടി മാഫിയ സജീവമാവുന്നു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു നേരത്തെ ശശികലയെ പുറത്താക്കിയത്. പിന്നീട് നടരാജനുമായി പോലും ജയലളിതയുടെ മരണം വരെ യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന തരത്തിലായിരുന്നു ശശികല പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ജയലളിതയുടെ മരണത്തിന് ശേഷം നടരാജൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഭരണത്തിൻ്റെ കടിഞ്ഞാൺ പോലും ശശികലയുടെ കയ്യിലേക്കും ശശികലയുടെ കുടുംബത്തിൻ്റെ കയ്യിലേക്കും വരികയും ചെയ്തു. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കവും ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എന്നാൽ AIADMKയിലും ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. തമ്പിദുരൈ പോലുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ വളരെ ശക്തമായ വികാരം വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയലളിതയെ അടക്കം ചെയ്ത സമയത്ത് ജയലളിതയെ അടക്കം ചെയ്ത ആ ചന്ദനപ്പെട്ടിയിൽ രേഖപ്പെടുത്തിയിരുന്നത് പുരയിഴ്ചി തലവി അമ്മ ജയലളിത എന്നാണ്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ജയലളിത എന്ന രീതിയിൽ പോലും അടയാളപ്പെടുത്താനുള്ള സമയം നൽകിയില്ല. അതിനു മുൻപ് തന്നെ പനീർശെൽവത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പോലും ജയലളിതയെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന വികാരം AIADMKയുടെ ചില മുതിർന്ന നേതാക്കളിലും ശക്തമാണ്. ഈ വികാരം ഉയർത്തി ശശികലയ്ക്കെതിരെ AIADMKയുടെ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അവർ ഏത് രീതിയിൽ രംഗത്ത് വരും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഈ രീതിയിൽ വളരെ സജീവമായ നീക്കം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അണിയറകളിൽ നടക്കുന്നു. അത് ശശികല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒരേ സമയത്ത് എത്തുക, അധികാരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ശശികലയുടെ കയ്യിലേക്ക് എത്തുക എന്ന തരത്തിൽ ശശികല നടത്തുന്ന നീക്കങ്ങളാണ്. ശശികലയോട് അടുപ്പമുള്ള BJPയുടെ കേന്ദ്ര നേതൃത്വവും ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. സജീഷ്, ഇവിടെ MLA-മാരെയൊക്കെ നിയമിച്ചത് ശശികലയുടെ നോമിനിമാരാണ് ഭൂരിപക്ഷം MLA-മാര്, ഉദ്യോഗസ്ഥർ ആ തലത്തിൽ തന്നെ. ഇത്തരത്തിൽ മണ്ണാർക്കുടി മാഫിയയുടെ കൂടി വലിയ ആ ഒരു വലയം, അവിടെ നടരാജൻ കൂടി നേരത്തെ പയസ് ഗാർഡനിൽ നിന്നും പുറത്താക്കിയ ആളുകളൊക്കെയും വീണ്ടും ഒത്തുചേരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരർത്ഥത്തിൽ AIADMKയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ശശികല ഏറ്റെടുക്കുന്നു. അതേസമയം ഭരണം പനീർശെൽവം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതായിരുന്നു ഒരുപക്ഷെ പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത്. ഇതിപ്പോൾ രണ്ട് അധികാരങ്ങളും ഒരു കേന്ദ്രീകൃതത്തിലേക്ക് അല്ലെങ്കിൽ ശശികലയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ നീക്കങ്ങൾ വെച്ച് നോക്കിയാൽ?
തീർച്ചയായും പ്രജിഷ്, തമിഴ്നാടിൻ്റെ അല്ലെങ്കിൽ AIDMKയുടെ ഒരു അധികാര കേന്ദ്രം പോയസ് ഗാർഡനാണ്. ആ പോയസ് ഗാർഡനിൽ ഇപ്പോഴുള്ളത് ശശികലയാണ്. ശശികലയുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് പാർട്ടിയും ഭരണ കേന്ദ്രങ്ങളും വന്ന് തുടങ്ങിയിരിക്കുന്നു. പനീർശെൽവം ഇക്കാര്യത്തിൽ ഒരു പാവ മുഖ്യമന്ത്രി മാത്രമാകുമെന്ന സൂചനകളാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. പനീർശെൽവത്തെ മുഖ്യമന്ത്രി ആക്കിയതുപോലും ശശികലയ്ക്കെതിരെ AIDMKയുടെ ചില മുതിർന്ന നേതാക്കൾക്കുള്ള എതിർപ്പ് ശശികല മുൻകൂട്ടി കണ്ടിരുന്നു. ആ എതിർപ്പിനെ ഇല്ലാതാക്കുക, ശശികലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ പിന്നീട് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കുക, അതിനുവേണ്ടി തൽക്കാലം പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കുക, പാർട്ടി ജനറൽ സെക്രട്ടറി. ഇപ്പോൾ EP ഉണ്ണി, ചീഫ് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് ഇന്ത്യ ടുഡേയുടെ ആയിരുന്ന, ഇന്ത്യ എക്സ്പ്രസിന്റെ ആയിരുന്ന EP ഉണ്ണി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ EP ഉണ്ണി, എങ്ങനെയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങളെ നോക്കിക്കാണുന്നത് താങ്കൾ? ശശികലയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നു, അതിന്റെ സൂചനകളായി MLA-മാരുടെ പിന്തുണ ആർജിക്കാൻ ശശികലയ്ക്ക് ഇപ്പോൾ കഴിയുന്നതായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ. എങ്ങനെയാണ് രണ്ട് അധികാരവും ശശികലയിലേക്ക്, ഭരണം ഒപ്പം രാഷ്ട്രീയം ശശികലയിലേക്ക് വന്നു ചേരുന്നു? ആ സ്ഥിതിയിലാണോ ഈ ചലനങ്ങൾ പോകുന്നത്? ഈ അകത്തളത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവർക്ക് തൽക്കാലം സാധിക്കും. കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ BJPയുടെ പിന്തുണ അവർക്കുണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു മോദിയുടെ സന്ദർശനം. അപ്പൊ അകത്തളത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ 2019 അതിനു മുമ്പോ ഉണ്ടാകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി പ്രവർത്തകരും പാർട്ടി അണികളും വിജയസാധ്യതയെ കുറിച്ച്, അതായത് ഇവർക്ക് കാര്യങ്ങൾ പ്രചരണം നടത്തി വോട്ട് നേടാൻ പറ്റുന്ന നേതാവ് ആവശ്യമാണ്. അങ്ങനെ ഒരു നേതാവ് ആണ് ശക്തിയാണെന്നുള്ളതിന് നമ്മൾ മുമ്പിൽ യാതൊരു ഒറ്റ വ്യക്തിയാണ് സംസ്ഥാനമുടനീളം പ്രചരണം നടത്തി വോട്ട് പിടിച്ചത്. അങ്ങനെ ഒരു വ്യക്തിത്വമായിട്ട് ശശികല എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോ 2019 അടുക്കുമ്പോൾ നേതൃത്വം ഈ ശശികലയുടെ പിടി അയയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ശ്രീ EP ഉണ്ണി, അവിടെ ബാഹ്യമായി ഒന്ന് BJPയുടെ, കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അവിടേക്ക് കടന്നു വരാനുള്ള ഒരു ഭൂമിയെ, ഫലഭൂഷ്ടമായ ഒരു മണ്ണ് പാകപ്പെടുത്തുകയാണ് BJP. വലിയ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കി. അതിൽ BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ശശികലയെ മാറി ഒരു പുതിയൊരു രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ? കൊണ്ട് മാത്രം വളരെ ജൈവമായ രാഷ്ട്രീയം പൂർണ്ണമായി കിട്ടുന്നില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് പിടിക്കുന്ന ഒരു സാങ്കേതിക തടസ്സം കൊണ്ട് ഇടപെടേണ്ടി വരുന്നു. ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്. സജേഷ്, ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് പനീർശെൽവം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവ് സംബന്ധിച്ചാണ്. പനീർശെൽവത്തിന് എന്തായാലും മുൻപരിചയം മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടെങ്കിലും ഭരണതലത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ നിയമനം പോലും ശശികലയാണ് നടത്തിയതെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുണ്ട്, അവിടേക്കൊക്കെ ശശികല മത്സരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി രൂപപ്പെട്ട് കഴിഞ്ഞു. ഒരു തീരുമാനത്തിലേക്ക് അടക്കം എത്തിക്കഴിഞ്ഞുവോ? അങ്ങനെയെങ്കിൽ ഒരു വാതിൽ, പോയസ് ഗാർഡനിലേക്ക് സൈന്യാധിപനെ പോലെ ഒരു വാതിൽ തുറന്നിടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഒത്തുവരികയാണോ ശശികലയ്ക്ക്? പ്രജീഷ്, തമിഴ്നാട്ടിലൊരു സാഹചര്യം അനുസരിച്ച് പനീർശെൽവം ശശികലയുടെ മുമ്പിൽ തീർത്തും അപ്രസക്തനാണ്. ശശികല അധികാര കേന്ദ്രങ്ങളിലെല്ലാം പിടിയുറപ്പിച്ചിരിക്കുന്നു. MLA-മാരിൽ വളരെ കൃത്യമായ സ്വാധീനം ശശികലയ്ക്കുണ്ട്. ആ രീതിയിൽ വളരെ കൃത്യമായി തന്നെ ശശികല ഇക്കാര്യങ്ങളിലെല്ലാം പിടിമുറുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പനീർശെൽവം തീർത്തും അപ്രസക്തനാണ്. ശശികല മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നീക്കങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തത്. ഇപ്പോൾ കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി സൂചിപ്പിച്ചതുപോലെ ഒരു പഴയ പശ്ചാത്തലം കൂടി ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. MGR ഇതുപോലെ പൊതുദർശനത്തിന് MGRന്റെ മൃതശരീരം കിടത്തുമ്പോൾ മൃതശരീരത്തിന് തൊട്ടടുത്ത് മണിക്കൂറുകളോളം ജയലളിത ചെലവഴിച്ചിരുന്നു. അന്ന് ജയലളിത ഒരു വലിയ നേതാവായിരുന്നില്ല.
പിന്നീട് ജയലളിത തമിഴ്നാടിനെ ആകെ നിയന്ത്രിക്കുന്ന AIDMKയുടെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായി മാറുന്ന തരത്തിലുള്ള വ്യക്തിത്വമായി മാറി. ശശികല സമാനമായ രീതിയിൽ ജയലളിതയുടെ മരണസമയത്ത് ഈ പൊതുദർശനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ശശികലയുടെ കയ്യിലായിരുന്നു. ജയലളിതയുടെ മൃതശരീരത്തിന് തൊട്ടരികെ ശശികലയും ശശികലയുടെ കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു ഒരരികിലുണ്ടായിരുന്നത്. ദേശീയ നേതാക്കൾക്കുൾപ്പെടെ മറ്റ് ഒരരികിലൂടെ മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ശശികലയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ ഉദ്യോഗസ്ഥരും തമിഴ്നാടിൻ്റെ അധികാരവും എല്ലാം ശശികലയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഈ രീതി വെച്ച് നോക്കുമ്പോൾ ശശികല തമിഴ്നാടിൻ്റെ ഒരു നേതാവായി വരുന്നതിനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുന്നു. അതിൽ ശശികലയെ ഒപ്പം നിർത്തിക്കൊണ്ട് BJPയും അവരുടേതായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു. പ്രജീഷ്, ഈ ശശികല തുറന്നിടുന്ന ഈ സമർത്ഥമായ കരുനീക്കം അത് ജയലളിത ഒരുപക്ഷെ ഉണ്ടാക്കി കൊടുത്ത ഒരു തലമുണ്ടല്ലോ, ആ തലത്തിന് അപ്പുറത്തേക്ക് MGRന്റെ ആ കാലഘട്ടത്തിൽ ജയലളിത ഉയർന്നു വന്ന സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും? ശശികല അത്രത്തോളം ഒരു ഗുണപരമായ രീതിയിലേക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ, മറിച്ച് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുണ്ട്, ആ നേതാക്കളുടെയൊക്കെ തന്നെ ഭിന്നസ്വരങ്ങൾ അത് യേശില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജീഷ, ജയലളിത പോലും സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടി കണ്ട ഒരു കാര്യമായിരുന്നു ശശികലയുടെ കുടുംബാംഗങ്ങൾ ഏതു തരത്തിൽ ഭരണത്തിൽ ഇടപെടുന്നു എന്നുള്ളത്. 2011 വളരെ ശക്തമായി തന്നെ നടപടികളിലേക്ക് ജയലളിത പോയി. പല കുടുംബാംഗങ്ങളെയും ജയിലിലടയ്ക്കുന്ന നിലയിലേക്ക്, ശശികലയുടെ കുടുംബാംഗങ്ങളെ ജയിലിലടയ്ക്കുന്ന നിലയിലേക്ക് വന്നു. ശശികലയെ തന്നെ പുറത്താക്കുന്ന നിലയിലേക്ക് വന്നു. അതിനുശേഷമുള്ള ശശികലയുടെ തിരിച്ചുവരവ് ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു. ജയലളിതയുടെ മരണം വരെ ആ രീതി തുടരുകയും ചെയ്തു. എന്നാൽ മരണശേഷം ഈ കുടുംബാംഗങ്ങളും ശശികലയും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീണ്ടത്. അതായത് ജയലളിതയ്ക്ക് ഒപ്പം ഉണ്ടായപ്പോൾ തന്നെ ഈ കുടുംബാംഗങ്ങളുമായി വളരെ കൃത്യമായ ബന്ധം ശശികല പുലർത്തിയിരുന്നു. മണ്ണാർക്കുടി മാഫിയ എന്ന പേരിലാണ് ഈ കുടുംബാംഗങ്ങളുടെ വലിയ ബിസിനസ് സാമ്രാജ്യം അറിയപ്പെടുന്നത് തന്നെ. ചെന്നൈയെ കേന്ദ്രീകരിച്ചുള്ള, തമിഴ്നാടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം അവർ കൃത്യമായി ഭരണത്തിൽ പങ്കാളികളായിരുന്നു. വളരെ വലിയ സ്വത്തുക്കളുടെ ഉടമകളാണ്. ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളവരാണ്. അവരുടെ സ്വാധീനം ഭരണതലത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ശശികലയുടെ അധികാരം വഴി ഉണ്ടാകാൻ പോകുന്ന കാര്യം. അതുമാത്രമല്ല, ജയലളിതയെ സംസ്കരിക്കുന്നതിന് മുമ്പ് പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കാനെടുത്ത തിടുക്കം, അതും AIDMK നേതാക്കളിൽ വലിയ നീരസം ഉണ്ടാക്കിയിട്ടുണ്ട്. അണികളിലും അക്കാര്യത്തിൽ നീരസമുണ്ട്. എന്നാൽ അത് പരസ്യമായി പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശക്തി ഇപ്പോൾ ഈ എതിർക്കുന്നവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിൽ പോലും AIDMKക്കകത്ത് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പിലൂടെ വളർന്നു വന്ന കുറേ പേരെങ്കിലും ഇപ്പോഴും AIDMKയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ അത്ര എളുപ്പമല്ല. അത് ശശികലയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കുകയും പിന്നീട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മറ്റും മുഖ്യമന്ത്രിയായി മാറുക, അതുവരെ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക് എത്തി അധികാരം മുഴുവനായി കൈയാളുക എന്ന തന്ത്രം നീക്കം ശശികല നടത്തുന്നത്. പ്രജീഷ്, ഇടവേളയിൽ പോയ ശേഷം പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി.